കോഴ ജംഗ്ഷൻ വികസനം സംബന്ധിച്ച കാത്തിരിപ്പിന് വിരാമമാകുന്നു. വർഷങ്ങളായി മാറി മാറി വന്ന മന്ത്രിസഭകളും ജനപ്രതിനിധി നൽകിയ പ്രഖ്യാപനങ്ങളെല്ലാം ജലരേഖകളായി നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സത്വര നടപടികൾ സ്വീകരിച്ച് വികസന പരിപാടികൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. കോഴ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സീഡ് ഫാമിന്റെ കൈവശമിരിക്കുന്ന സ്ഥലം വിട്ടു നൽകുന്ന നടപടിക്കാണ് തീരുമാനമായിരിക്കുന്നത്. മുൻപ് VK രാജൻ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കെ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിരുന്ന PK മൊഹന്തി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നടപടികൾ ആരംഭിച്ചത് മുതലാണ് കോഴ ജംഗ്ഷൻ വികസനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നാട്ടിലെത്തി തുടങ്ങിയത്. എന്നാൽ ഇടതുമുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ 2 തവണ UDF സർക്കാർ അധികാരത്തിലെത്തി മടങ്ങിയെങ്കിലും നടപടികളുടെ കാര്യത്തിൽ മാത്രം നീക്കുപോക്കുകൾ ഉണ്ടായില്ല. എന്നാൽ മോൻസ് ജോസഫ് MLA മന്ത്രിയായിരിക്കെ ഇത് സംബന്ധിച്ച നടപടികൾക്ക് ജീവൻ വെച്ചിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം കാണാൻ നാടിന് കഴിഞ്ഞില്ല. MC റോഡും കോഴപാല റോഡും സന്ധിക്കുന്ന കോഴ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തുന്ന വളവ് നിവർത്തണമെന്ന ആവശ്യത്തിന് തലമുറകളുടെ തന്നെ പഴക്കമാണുള്ളത്. എന്നാൽ കൃഷി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തത് മൂലം വികസനം വൈകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ മന്ത്രിസഭാ തീരുമാനത്തോടെ സ്ഥലം വിട്ടു നൽകാൻ നടപടികൾ സ്വീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ വികസനത്തിന് പച്ചക്കൊടി ഉയർന്നിരിക്കുകയാണ്. കോഴ സംസ്ഥാന സീഡ് ഫാമിലെ റോഡരികിലുള്ള കിണർ സംരക്ഷിച്ചുകൊണ്ട് റോഡ് വികസനത്തിനായുള്ള സ്ഥലം വിട്ടു നൽകുന്നതിനായാണ് തീരുമാനമായിരിക്കുന്നത്. താമസിയാതെ തന്നെ വളവ് നിവർത്തൽ പ്രക്രിയ ആരംഭിക്കുന്നതോടെ ജംഗ്ഷന്റെ വികസനം ഏകദേശം പൂർത്തീകരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. KSTP പദ്ധതിയിലുള്ള MC റോഡ് വികസനമടക്കം എത്തുന്നതോടെ കോഴയിൽ ബസ് വേ അടക്കമുള്ള ക്രമീകരണങ്ങൾ യാഥാർത്ഥ്യമായാൽ കോഴ ജംഗ്ഷന്റെ മുഖച്ഛായ തന്നെ പൂർണ്ണമായും മാറ്റപ്പെടും എന്നുള്ളതാണ് നാടിന്റെ വലിയ പ്രതീക്ഷകളിലൊന്ന്. വളവ് നിവർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ടാറിംഗ് ക്രമീകരണങ്ങൾക്കായി ജംഗ്ഷന് സമീപം തന്നെ കല്ല് പൊട്ടിച്ച് മെറ്റലാക്കുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്.